വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്രയാണ്. നമ്മളിന്ന് ലുലു മാളിൽ കുറച്ച് ബർത്ത്ഡേ ഷോപ്പിങ്സിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ ഗ്രോസറി സൈഡിൽ ആദ്യം പോയി അവിടെ നമ്മൾ കുറച്ച് മീനൊക്കെ മേടിക്കണം നമ്മുടെ പ്ലാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നത് ഹൈദരാബാദിലെ എനിക്ക് തോന്നിയത് ലുലു മാളിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഓടിച്ചാണെങ്കിൽ നമുക്ക് ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് ലുലു മാളിൻ്റെ ഏരിയ മാറിയിരിക്കുകയാണ്. നമുക്കവിടെ ഫിഷ്, നല്ല ടേസ്റ്റ് ഫിഷ്, ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫിഷ് കളക്ഷനുള്ള ഏരിയയിലേക്ക് പോയി. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് നല്ലപോലെ പ്രിസർവ് ചെയ്ത് തരുന്നത് കൊണ്ട് നമുക്കൊരു 6-7 മണിക്കൂർ മീൻ സൂക്ഷിച്ച് വെക്കുവാൻ നല്ല പ്രോബ്ലം ഇല്ല. കാരണം ഓൾറെഡി ഫ്രഷാണ്. ഞങ്ങളെല്ലാവരും ഫാമിലി ഫുള്ളായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേയും വിഷുവും പിന്നെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെയും അനുബന്ധിച്ച് കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ന്യൂ ഇയറാണ്, ക്രിസ്മസാണ്, ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് ഡേ രാവിലെ 10 മണി തൊട്ട് ഏകദേശം ഒരു 3:30 മണി വരെ നമ്മൾ തുണികളും ഫിഷ് അതുപോലെയുള്ള വെജിറ്റബിൾസ് ഇതെല്ലാം മേടിക്കാനായിട്ടാണ് നമ്മൾ ലുലു മാളിൽ പോയത്. അപ്പം ലുലു മാള് ഒരു ഡെസ്റ്റിനേഷനാണ്. നമുക്ക് എന്ത് സാധനവും ഗ്രോസറി ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും A to Z നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് 10:30 തൊട്ട് നമ്മളവിടെ അതിൽ ഫിഷ് മാർക്കറ്റിലും പ്ലസ് ഫിഷിൻ്റെ നല്ല നല്ല വെറൈറ്റീസ് അവിടെയുണ്ട്. നമുക്കിപ്പം ഇന്ത്യയിൽ കിട്ടാത്ത മീനുകൾ വരെ അവിടെ അവർ സുലഭമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു നമുക്ക് ബോട്ടിൽസ് ഇട്ട് വെക്കാനുള്ള ആഡംബര ഫിഷ് ടാങ്കൊക്കെ ഉണ്ടാക്കി റെഡിമെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ റാക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പിക്കപ്പ് ചെയ്യാം. കാരണം വളരെ റെയറായിട്ടോ മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകൾക്കാരും കൂടുതൽ കിട്ടാനുള്ളൊരു ഏരിയയാണ് അവിടെ. അപ്പോൾ നമുക്ക് ഫിഷ് ആണെങ്കിൽ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് മുളകൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയത് ചിക്കനും മട്ടനും ഫിഷും എല്ലാം ഒരു റെഡിമെയ്ഡായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് പിറക്കിയെടുക്കാൻ പറ്റും. വിലയിൽ വലിയ വ്യത്യാസമില്ല. കാരണം പ്രത്യേകിച്ച് റെഡി ടു കുക്കാണ്. നമുക്ക് ഒരു ദിവസം വർക്ക് പോയാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഫ്രഷ് ആയതുകൊണ്ട് നമുക്കതിന് പ്രോബ്ലം ഇല്ല. നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ. അവിടെ നിന്ന് ഫിഷ് മാർക്കറ്റ് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ വെജിറ്റബിൾ സൈഡിലേക്കും പോയി. ഇതൊക്കെ നല്ല സീ ഫിഷാണ്. അതുപോലെ തന്നെ പോൺ ഫിഷുണ്ട്. അവിടെ കുറേ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹോൾസെയിലായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. പിന്നെ വീൽ ചെയർ അവൈലബിൾ ആണ്. നമുക്ക് വീൽ ചെയർ വേണമെങ്കിൽ വീൽ ചെയർ തരും അവിടെ. പിന്നെ അവിടെ ഡിപ്പോസിറ്റ് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ബൾക്കായിട്ടുണ്ട്. അത് ഫ്രഷായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളത് ബാഗിലെടുത്ത് അവിടെ ഒരു കൗണ്ടർ അവിടെ കൊണ്ടുപോയി അവരതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് അതിൻ്റെ MRP അയച്ചു തരും. 80 rupees. എല്ലാം കൊണ്ട് നല്ലൊരു വൺ ഡേ ടൂറ് വേണമെങ്കിൽ പോകാമെന്നുള്ള രീതിയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ നാട്ടിലുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് ഓൾ ഓവർ ഇന്ത്യയിൽ കിട്ടുന്ന ഐറ്റംസും ഉണ്ട്. ഉള്ളി, വെളുത്തുള്ളി, സവോള, അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങ്, തേങ്ങ, എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അത് നമ്മളൊരു കവറിലാക്കി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെയിറ്റ് നോക്കി അതിൽ അവർ പ്രൈസ് ടാഗ് അടിച്ച് തരും. അതും നമുക്ക് എളുപ്പമാണ്. കാരണം ഫൈനലി നമ്മൾ പോയി കൗണ്ടറിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ബില്ലായി കിട്ടും. അപ്പം ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂ ഇയറൊക്കെ ആയിക്കഴിയുമ്പോഴത്തേ ആളങ്ങ് കൂടും. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ അച്ചാറിട്ടേക്കുന്ന അച്ചാറുകളുണ്ട്. വെറൈറ്റി അച്ചാറുകളാണ്. നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു 50 ഗ്രാംസ് തൊട്ട് കിലോ വരെ നമുക്ക് പാക്ക് ചെയ്ത് തരും. പിന്നെ ബേക്കിംഗ് ഐറ്റംസ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഓരോ സ്ഥലത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം മേടിക്കാനായിട്ട് പല കടകളിൽ പോകാതെ എല്ലാം ഒരേ സൈഡിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നുന്നു. കേക്ക് ഐറ്റംസ് ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള. പിന്നെ ഞങ്ങൾ മോളിൽ ഡ്രസ്സ് മെറ്റീരിയൽസിൻ്റെ അടുത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഓരോന്ന് വിധം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ലുലുവിൻ്റെ തന്നെ ഒരു ലുലു സ്റ്റൈൽസ് ഉണ്ട്. അവിടെ അവരുടെ
അപ്പം അപ്പച്ചയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ കളക്ട് ചെയ്യാനായിട്ട് ബർത്ത്ഡേ ഒരു സെലക്ഷനാണിപ്പം. അത് അവിടെ പല റേറ്റിൻ്റെ തുണികളുണ്ട്, പല ക്വാളിറ്റി പല കളറിൻ്റെ ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്നുള്ള നമുക്ക് ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് മുകളിൽ നിന്ന് എടുത്ത് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു മോളിൽ പോയി അവിടെ വീൽ ചെയറൊക്കെ ആയിട്ട് നമുക്ക് ലിഫ്റ്റ് വഴി മുകളിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ജുബയാണ് സെലക്ട് ചെയ്യുന്നത്. 3-4 കളറുകൾ എടുത്തു. അതിൽ ഇഷ്ടപ്പെട്ട ഒരു കളർ നമ്മൾ 2 കളർ എടുത്തിട്ടുണ്ട്. അപ്പം ജുബ കൂടുതലും പ്രായമായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ നല്ലൊരു കംഫോർട്ടാണ്. കാരണം അത് നല്ലൊരു ഇതായിട്ട് തോന്നും. അപ്പം ജുബയാണ് ഞങ്ങളെടുത്തത്. അവിടെ നിന്ന് പിന്നെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ജീൻസ് എല്ലാം ഉണ്ട് അവിടെ. ടെക്സ്റ്റൈൽസിൻ്റെ വലിയൊരു നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽസിൽ പോയാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുണ്ടുകൾ, വീണ്ടും ഞങ്ങൾ ഫിഷ് കടയിൽ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മേടിച്ച് ഞങ്ങൾ ഇന്നത്തെ അവിടുത്തെ ഷോപ്പിംഗ് മതിയാക്കി വെളിയിലോട്ട് പോരുവാണ്.